ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി വന്നതിന് ശേഷം തന്നെ കൺമണിയോട് ഭീഷണിപ്പെടുത്താട്ടോ ചെയ്യുന്നത്. നിൻ്റെ കാര്യം തീർന്നടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ വരുണ് നിന്നെ വിടും എന്ന് വിചാരിച്ചോ നീ? അവനെ തല്ലി ചതച്ചിട്ട് അവൻ എത്രമാത്രം പകയുണ്ടാകും നിന്നോടെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിൻ്റെ കാര്യം അവസാനിച്ചു. ആ കൃഷാണെങ്കിലോ ഇനി ജാമ്യത്തിൽ വരികയുമില്ല. അവനും അവിടെ കടന്നു തീരും. എല്ലാം കൊണ്ടും നിനക്ക് നഷ്ടം തന്നെയാണ് നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി കൺമണിയോട് പറയുമ്പോൾ കൺമണിക്ക് നല്ല സങ്കടം വരുന്നു കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ സെല്ലിനകത്ത് തന്നെയാണ് ബലരാമനും അതുപോലെ കൃഷും കൂടി പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട്. കാരണം ബലരാമനാണെങ്കിൽ ഒന്ന് ഒതുങ്ങിയ മട്ടാണ്, പക്ഷേ കൃഷാണെങ്കിലോ അങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാഗ്യശ്രീ ബലരാമനെ ജാമ്യത്തിലെടുക്കാനായിട്ട് വരുന്നു. അങ്ങനെ ബലരാമന് ജാമ്യം അനുവദിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബലരാമൻ ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ സമയം തന്നെ ബലരാമൻ കൃഷ്ണനോടായിട്ട് പറയുന്നുണ്ട്, നീ കൺമണിയെ പ്രണയിക്കുന്നുണ്ടല്ലേ, അവളെ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷ്. അതിനുശേഷം തന്നെ ബലരാമൻ പറയുന്നുണ്ട്, നിനക്ക് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൺമണി, അവളെ ഒട്ടും വിട്ട് കളയരുത്. അതുകൊണ്ട് തന്നെ ഞാനുണ്ടാവും നിൻ്റെ കൂടെ, നിന്നെ ഞാൻ പുറത്തിറക്കും, നിന്നെ ഞാൻ ജാമ്യത്തിലിറക്കും, ഞാനൊന്ന് പോട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് തന്നെ കൺമണിയും നീയും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തി തരും എന്ന രീതിയിലൊക്കെ ബലരാമൻ കൃഷ്ണനോട് വാക്ക് പറഞ്ഞതിന് ശേഷം പോകുന്നു കേട്ടോ. അപ്പോൾ തന്നെ കൃഷ്ണ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം തന്നെ ബലരാമൻ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സംസാരിക്കുന്നുണ്ട്. സുമിത്രയും അതുപോലെ തന്നെ ബാലുവും കൂടി സംസാരിക്കുന്നുണ്ട്. ബലരാമൻ വിളിച്ചോ, കൃഷ്ണന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി നിന്നെ വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രമുഖനായിട്ടുള്ള ഒരു വക്കീൽ എന്തായാലും കൃഷ്ണന് ജാമ്യം എടുക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം തന്നെ കാണിക്കുന്നത് ബലരാമനെ തന്നെയാണ്. എന്തായാലും കൃഷി പറഞ്ഞതും അവനെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തിനുണ്ട്. കൃഷിന് ഇത്രയും വേണ്ടപ്പെട്ട ആൾ ആരാണെന്ന രീതിയിൽ ബലരാമനും ചോദിക്കാട്ട് ചെയ്യുന്നത്. കൃഷാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. കാരണം അങ്ങനെ ദേഷ്യം വന്ന് നിൽക്കട്ടോ. ബലരാമൻ താൻ സെല്ലിനകത്ത് കയറിയപ്പോഴത്തേനും ബലരാമനെ ഇറക്കിക്കൊണ്ടു പോകാൻ ആൾക്കാരും വന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ പുറത്തിറങ്ങട്ടെ, നിനക്കും വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ കൃഷി അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.